പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 4 ചാപ്റ്റേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് നന്നായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അക്കൗണ്ടൻസിയിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേമിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. 1 വേർഡ് ക്വസ്റ്റ്യൻസും ഷോർട്ട് ആൻസറും അതുപോലെ തന്നെ പ്രോബ്ലംസും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക, ഷോർട്ട് ആൻസേഴ്സ് നന്നായി പഠിക്കുക, 1 വേർഡ് നോക്കി പോവുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. 5th ചാപ്റ്റർ ആയിട്ടുള്ള ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമിലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം. On dissolution of a firm, bank overdraft is transferred to cash account, bank account, partners capital account, realization account. Correct answer realization account. Bank overdraft transfer ചെയ്യുന്നത് ഏത് അക്കൗണ്ടിലേക്കാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. റിയലൈസേഷൻ അക്കൗണ്ട് ആണ് കറക്റ്റ് ആൻസർ. If a liability assumed by a partner, such a partner's capital account is debited, credited, no treatment is needed, debited or credited. ലയബിലിറ്റി അസ്യൂം ചെയ്യാണ് ഒരു പാർട്ട്ണർ എങ്കിൽ അത് ആ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. Third one, which of the following item not recorded in the realization account? റിയലൈസേഷൻ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാത്ത ഐറ്റംസിനെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫിക്സഡ് അസറ്റ് ഓഫ് എ ഫേം, കറന്റ് ലയബിലിറ്റി ഓഫ് എ ഫേം, പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. കറക്റ്റ് ആൻസർ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. Next one, if a partner take over an asset which is to dash partners capital account. ഒരു പാർട്ട്ണർ അസറ്റ് ടേക്കൺ ഓവർ ചെയ്യുകയാണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, കറക്റ്റ് ആൻസർ ഏതാണ്? ഒരു ഡെബിറ്റഡ്. ദ ജനറൽ എൻട്രി ഓഫ് ക്യാഷ് പേയ്മെന്റ് ഓഫ് റിയലൈസേഷൻ എക്സ്പെൻസ്. റിയലൈസേഷൻ എക്സ്പെൻസ് ക്യാഷ് പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ റിയലൈസേഷൻ എക്സ്പെൻസിന്റെ എൻട്രി ആണ് ചോദിക്കുന്നത്. ക്യാഷ് പേയ്മെന്റ് ആണ് നടത്തുന്നത് എങ്കിൽ അതിന്റെ എൻട്രി കറക്റ്റ് വരുന്നത് ഏതാണ്? റിയലൈസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ടു ക്യാഷ്. ബാക്കിയുള്ള നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് എൻട്രി വരുന്നത് റിയലൈസേഷൻ എക്സ്പെൻസസ് അക്കൗണ്ട് ടു ക്യാഷ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ വിത്ത് റെസ്പെക്ട് ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട്? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ആസ്പെക്റ്റില് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്? പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ഈസ് ഓൾവേസ് ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓൾ അസറ്റ് എക്സെപ്റ്റ് ക്യാഷ് ഓർ ബാങ്ക് ആൻഡ് ഫിക്ടീഷ്യസ് അസറ്റ്. ക്യാഷ്, ഫിക്ടീഷ്യസ് അസറ്റ് എന്നിവ ഒഴികെ ബാക്കി എല്ലാ അസറ്റുകളും റിയലൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓൾ ദ എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം സെയിൽ ഓഫ് അസറ്റ് ആർ ഡെബിറ്റഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. അതായത് ഇവിടെ നമുക്ക് ഓൾ എമൗണ്ട് റിയലൈസ്ഡ്, അതായത് എല്ലാ തരത്തിലുള്ള എമൗണ്ട് റിയലൈസ് ചെയ്യുന്നത് സെയിൽ ഓഫ് അസറ്റ് നമ്മൾ റിയലൈസ് ചെയ്യുന്ന എമൗണ്ട് ഡെബിറ്റ് ചെയ്യണം, റിയലൈസേഷന് ഡെബിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ ട്രാൻസ്ഫർ ഡയറക്ട്ലി ടു ക്യാഷ് അക്കൗണ്ട്. റിയലൈസേഷന് കിട്ടുന്ന പ്രോഫിറ്റ് ക്യാഷ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ശരിയായിട്ടുള്ള ഒരെണ്ണം ഉള്ളൂ. കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓൾ അസറ്റ് എക്സെപ്റ്റ് ക്യാഷ് ഓർ ബാങ്ക് ഫിക്ടീഷ്യസ് അസറ്റ് ആർ ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. എല്ലാ അസറ്റുകളും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഏതൊഴികെ? ക്യാഷും ഫിക്ടീഷ്യസ് അസറ്റും ഒഴികെ എല്ലാ അസറ്റുകളും നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. 3, 4, 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, ഡിസ്റ്റിങ്ഷ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ വളരെ ക്ലിയർ ആയിട്ട് ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡിസൊല്യൂഷൻ ഓഫ് ഫേമും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നന്നായി പഠിക്കുക. ഒരു എക്സാമിന് വളരെയധികം സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നന്നായി പഠിക്കുക. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. അതായത് ഏതെല്ലാം മാർഗങ്ങളിലൂടെ ഡിസൊല്യൂഷൻ സംഭവിക്കാം എന്നുള്ളതാണ്. അതും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, പഠിക്കുക. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ റിയലൈസേഷൻ ആൻഡ് റിവാലുവേഷൻ അക്കൗണ്ട്. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. റിയലൈസേഷനും റിവാലുവേഷനും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് അതും ഒരു ബോക്സിലാക്കിയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നന്നായി പഠിക്കുക. ഈ 3 ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾ നന്നായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിട്ട് പോകണം, തിയറി പാർട്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. റിയലൈസേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. The balance sheet of a firm on 31st March 2009 was as under. Liability, capital account ABC 3 പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. 5,000, 4,000, 3,000, ടോട്ടൽ 12,000.
Sundry creditors 3,500. Freehold property, asset side freehold property 8,000. Investment 2,000. Book debt 1,000. Cash at bank 3,000. Stock 1,500. Total 15,500. The partnership was dissolved on the above date. Partnership dissolve ചെയ്യുന്നത് ഈ പറയുന്ന ഡേറ്റിലാണ്. Cash realized was follows. നമുക്ക് ഈ അസറ്റുകളൊക്കെയാണ് നമ്മൾ വിൽക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് 1,900, freehold property 9,000, book debt 900, stock 1,400. Creditors were paid in full. Creditors full ആയിട്ട് നമ്മൾ പേ ചെയ്യുന്നുണ്ട്. The expenses on realization came to 100. Expenses realization expense വരുന്നത് 100 ആണ്. Pass necessary journal entries and prepare realization account. Journal entries തയ്യാറാക്കിയതിനു ശേഷം നമ്മളോട് realization account prepare ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പ്രോബ്ലം വായിച്ചു കഴിഞ്ഞു. നമുക്ക് അതിന്റെ ജേർണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യാം. ആദ്യം നമ്മൾ അസറ്റുകൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എക്സെപ്റ്റ് ക്യാഷ് ആൻഡ് ഫിക്ടീഷ്യസ് അസറ്റ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ക്യാഷും ഫിക്ടീഷ്യസ് അസറ്റ് അല്ലാത്ത എല്ലാ അസറ്റുകളും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അത് ബുക്ക് വാല്യൂവിലായിരിക്കണം ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ എൻട്രി വരുന്നത് എങ്ങനെയായിരിക്കും? റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു അസറ്റ് എന്നാണ് വരിക. അതായത് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട അസറ്റുകൾ നോക്കുക. ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി 8,000 ബുക്ക് വാല്യൂവിലാണ്. ഇൻവെസ്റ്റ്മെന്റ് 2,000, ബുക്ക് ഡെപ്റ്റ് 1,000, ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യില്ല, സ്റ്റോക്ക് 1,500. അപ്പോൾ ഇത്രയും 4 അസറ്റുകളാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ടോട്ടൽ എമൗണ്ട് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് 12,500 ആണ്. നമ്മൾ എന്താ നരേഷൻ എഴുതുന്നത്? വേരിയസ് അസറ്റ് എക്സെപ്റ്റ് ക്യാഷ് അറ്റ് ബാങ്ക് ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂവിലാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം? ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യണം. ഇവിടെ ലയബിലിറ്റി ആയിട്ടുള്ളത് ക്രെഡിറ്റേഴ്സ് ആണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റ് ടു റിയലൈസേഷൻ 3,500. ദ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ബുക്ക് വാല്യൂ. അപ്പോൾ നമ്മൾ ക്രെഡിറ്റേഴ്സ് അതായത് ലയബിലിറ്റിയും നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ദെൻ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഏതൊക്കെ അസറ്റാണ് നമുക്ക് റിയലൈസ് ചെയ്യേണ്ടത്? അതിൻ്റെ എൻട്രിയാണ് നമ്മൾ അടുത്തത് എഴുതുന്നത്. അതിൻ്റെ എൻട്രി എന്താണ് വരിക? ബാങ്ക് അക്കൗണ്ട് ടു റിയലൈസേഷൻ. ഏതൊക്കെ അസറ്റുകളാണ് നമുക്ക് റിയലൈസ് ചെയ്യേണ്ടത്? ഏതൊക്കെയാണ്? ഇൻവെസ്റ്റ്മെന്റ്, അതായത് തന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്, ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി, ബുക്ക് ഡെപ്റ്റ്, സ്റ്റോക്ക്, ഇത്രയും അസറ്റുകളാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ടോട്ടൽ എമൗണ്ട് ആണ് നമ്മളിവിടെ എടുത്തെഴുതുന്നത്. നമുക്ക് ഓരോ അസറ്റുകളായിട്ട് വേണമെങ്കിൽ എടുത്തെഴുതാം. ദെൻ എന്താണ് എൻട്രി എന്താണ് വരിക? ബാങ്ക് അക്കൗണ്ട് ടു റിയലൈസേഷൻ എന്നുള്ള എൻട്രിയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ എമൗണ്ട് 1,900, 9,900 പ്ലസ് 1,400 അങ്ങനെ 13,200 ആണ് നമുക്ക് അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ 13,200 നമ്മളിവിടെ എഴുതുന്നു. നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ക്രെഡിറ്റേഴ്സ് വെയർ പെയ്ഡ് ഇൻ ഫുള്ള്. അതുപോലെ തന്നെ എക്സ്പെൻസസ് ഓൺ റിയലൈസേഷൻ കെയിം ടു 100. അപ്പോൾ നമുക്ക് ആദ്യം എക്സ്പെൻസസ്, റിയലൈസേഷൻ എക്സ്പെൻസ് നോക്കാം. റിയലൈസേഷൻ എക്സ്പെൻസിന്റെ എൻട്രി വരുന്നത് എന്താണ്? റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു ബാങ്ക് എന്നാണ്. കാരണം നമ്മുടെ ഇന്ന് ക്യാഷ് പോകാൻ എക്സ്പെൻസ് ആണ്, അതുകൊണ്ടാണ് ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. പേയ്മെന്റ് ഓഫ് എക്സ്പെൻസ് ഓൺ റിയലൈസേഷൻ 100. ദെൻ ക്രെഡിറ്റേഴ്സ് വെർ പെയ്ഡ് ഇൻ ഫുള്ള്. ക്രെഡിറ്റേഴ്സ് നമ്മൾ ഫുള്ളായിട്ട് പേ ചെയ്ത് തീർത്തു. 3,500 ആയിരുന്നു, അത് മുഴുവനായിട്ട് കൊടുത്തു തീർത്തു. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും ക്യാഷ് പോവുകയാണ്. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു ബാങ്ക് സെയിം എൻട്രി ആണ്, പക്ഷേ ഇത് ഏതിൻ്റെയാണ്? പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് ഇൻ ഫുൾ എന്നുള്ളതാണ്. അപ്പോൾ 3,500. നെക്സ്റ്റ് നമ്മൾ ഒരു എൻട്രിക്കുള്ള സ്പേസ് വിടുക. കാരണം ഈ എൻട്രിക്കുള്ള സ്പേസ് വിടുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് എൻട്രി എഴുതുന്നുണ്ടെങ്കിൽ നമുക്കിത് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം റിയലൈസേഷൻ അക്കൗണ്ട് കണ്ടതിന് ശേഷം പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നും, ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ലോസ് ആണെങ്കിൽ നേരെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് റിയലൈസേഷൻ എന്നാണ് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ റേഷ്യോയുടെ അടിസ്ഥാനത്തിലാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈക്വൽ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് ആർക്ക് കൊടുക്കേണ്ടി വരും? പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കാം. റിയലൈസേഷൻ അക്കൗണ്ട്, ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ ഫേം. അപ്പോൾ നമുക്കറിയാം ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞതാണ്. റിയലൈസേഷൻ നമുക്ക് നോക്കാം. നമ്മൾ ഇപ്പോൾ എൻട്രികൾ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? ആദ്യത്തെ എൻട്രി എന്തായിരുന്നു? റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ഓരോ അസറ്റുകളായിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിരുന്നു. ടു ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി, ഇൻവെസ്റ്റ്മെന്റ്, ബുക്ക് ഡെപ്റ്റ്, സ്റ്റോക്ക്, ഇത്രയും അസറ്റുകളാണ് ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. അത് നമ്മൾ എടുത്തെഴുതി. അതിനുശേഷം നമ്മൾ എഴുതിയ എൻട്രി എന്തായിരുന്നു? സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ എന്നായിരുന്നു അല്ലേ? സൺട്രി ക്രെഡിറ്റേഴ്സ് അതിന്
അപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്തപ്പോൾ നമ്മൾ എഴുതിയ എൻട്രി സൺട്രി ക്രെഡിറ്റേഴ്സ് ബൈ സൺട്രി ക്രെഡിറ്റേഴ്സ് 3500. പിന്നെ നമ്മുടെ ബാങ്ക് എമൗണ്ട് അതായത് അസറ്റുകൾ റിയലൈസ് ചെയ്ത എൻട്രി എഴുതിയത് ബാങ്ക് അക്കൗണ്ട് ടു റിയലൈസേഷൻ. അപ്പോൾ ബൈ ബാങ്ക് എമൗണ്ട് റിയലൈസ് ചെയ്തത് 13,200 ആണ്. അത് നമ്മൾ എടുത്ത് എഴുതി. പിന്നെ നമുക്ക് എക്സ്പെൻസ് ഓൺ റിയലൈസേഷൻ ആണ്. അത് എന്താണ് എൻട്രി വരുന്നത് റിയലൈസേഷൻ അക്കൗണ്ട് ടു ബാങ്ക് എന്നാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ നിങ്ങൾ എക്സ്പെൻസ് എഴുതുക. കാരണം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനാണ് നിങ്ങൾ എൻട്രി ചെയ്തിട്ടുണ്ടോയെന്നും കൂടി നമുക്ക് അതായത് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ്. റിയലൈസേഷൻ അക്കൗണ്ട് ടു ബാങ്ക് 100. അതുപോലെ തന്നെ മറ്റൊരു എൻട്രിയാണ് ക്രെഡിറ്റേഴ്സ് മുഴുവനായിട്ട് കൊടുത്തു തീർക്കുമ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ടു ബാങ്ക് ക്രെഡിറ്റേഴ്സ് പെയ്ഡ് 3,500. ഇത്രയാണ് നമ്മൾ എൻട്രീസ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഇനി നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട് വരുന്നത് 16,700 വരുന്നുണ്ട്. ദെൻ ഈ സൈഡ് നമുക്ക് 600 രൂപ കുറവാണ്. ബാലൻസിങ് എമൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത് 600 ആണ്. ബാലൻസിങ് എമൗണ്ട് എത്രയാണ് 600 ആണ്. 600നെ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഒന്നും ഇവിടെ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഈക്വൽ ആയിട്ട് 3 പാർട്ട്നേഴ്സിനും ഡിവൈഡ് ചെയ്യാണ്. 600നെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ പാർട്ട്നേഴ്സിനും കിട്ടുന്നത് 200 രൂപയാണ്. അപ്പോൾ 200 രൂപയായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് 3 പാർട്ട്നേഴ്സിനും കൊടുക്കുന്നു. നമ്മൾ എൻട്രി എവിടെ എന്താ എഴുതേണ്ടത് റിയലൈസേഷൻ അക്കൗണ്ട് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. റിയലൈസേഷൻ അക്കൗണ്ട് ടു എസ് ക്യാപിറ്റൽ ബിസ് ക്യാപിറ്റൽ സീസ് ക്യാപിറ്റൽ 200 വീതം എഴുതുക. എൻട്രിയാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ റിയലൈസേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് അതിൻ്റെ എൻട്രി നന്നായി പഠിച്ചതിന് ശേഷം ഈ പ്രോബ്ലം ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നന്നായിട്ട് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. ഇതേ മോഡലുള്ള ഒത്തിരി പ്രോബ്ലംസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. അത് ചെയ്ത് പഠിക്കുക. ഓക്കെ. താങ്ക് യു. എല്ലാവർക്കും വിജയാശംസകൾ.